ദൗത്യം എന്നതിനർത്ഥം ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിൻ്റെ വിശ്വസ്തയോടുള്ള നിർവഹണമാണ്. ക്രിസ്തീയ ദൗത്യത്തിൽ ക്രിസ്തുവിലൂടെയുള്ള ദൈവിക ദൗത്യ നിർവഹണം സാധ്യമാക്കപ്പെടുന്നു. യേശു ഈ ലോകത്ത് വന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യാശിയെ പാപത്തിൻ്റെയും തിന്മയുടെയും അടിമത്തിൽ നിന്നും വീണ്ടെടുത്ത് ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. ക്രിസ്തീയ ദൗത്യം എന്നത് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കാളികൾ ആകുക എന്നുള്ളതാണ്. ക്രിസ്തീയ ദൗത്യത്തിൽ ക്രിസ്തീയ വിശ്വാസികളുടെ പങ്ക് എന്താണെന്ന് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. 3 ദൗത്യങ്ങളാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. സകല ജാതികളെയും ശിഷ്യരാക്കുക, സ്നാനം കഴിപ്പിക്കുക, യേശു കൽപ്പിച്ചത് പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കുക. ഈ ദൗത്യങ്ങൾ സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ചല്ല നിർവഹിക്കേണ്ടത്, മറിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിലാണ്. ഒന്നാമതായി, ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിനായി ദൈവിക നിയോഗം ആവശ്യമാണ്. ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിനായി ദൈവിക നിയോഗം ആവശ്യമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയ പ്രവാചകന്റെ സ്വർഗ ആരോഹണത്തെക്കുറിച്ചും എലീശ പ്രവാചകന്റെ ദൗത്യ സ്വീകരണത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയും ശക്തിയുമുള്ള പ്രവാചകനായിരുന്നു ഏലിയാവ്. ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുന്നോടിയായി ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണ ഉത്തരവാദിത്വം വിശ്വസ്തനായ ഒരു വ്യക്തിയെ ഏൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഏലിയാവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവർ. അവരിൽ ആരെ അതിനായി നിയോഗിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവും ഈ ഭാഗത്ത് കണ്ടെത്തുന്നു. ഏലിയാവിൻ്റെ വിശ്വസ്തനായിരുന്ന ശിഷ്യനായിരുന്നു എലീശ. എന്നാൽ എലീശയ്ക്ക് ഏലിയാവിൻ്റെ പിന്തുടർച്ചക്കാരനാകുവാൻ സാധിച്ചത് തൻ്റെ ഗുരുവിനെ അവസാന നിമിഷം വരെയും പിന്തുടർന്നപ്പോഴായിരുന്നു. ഏലിയാവിനെ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യം വരെയും കാണുവാൻ എലീശയ്ക്ക് ഭാഗ്യം ലഭിക്കുന്നു. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുന്നതിന് മുമ്പ് എലീശയ്ക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ഏലിയാവ് ചോദിക്കുന്നു. ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് തൻ്റെ മേൽ വരുമാറാകട്ടെ എന്നാണ് എലീശ ആവശ്യപ്പെട്ടത്. ഏലിയാവിൻ്റെ ആത്മാവെന്നാൽ ഏലിയാവിൽ വസിച്ചിരുന്ന ദൈവാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏലിയാവിൻ്റെ സ്വർഗ ആരോഹണത്തിന് ശേഷം അവൻ്റെ മേൽ നിന്ന് വീണ പുതപ്പ് എലീശയ്ക്ക് ലഭിക്കുന്നു. ആ പുതപ്പ് എടുത്തുകൊണ്ട് അവൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു. ഏലിയാവ് നിർവഹിച്ചതിനേക്കാൾ അനവധി കാര്യങ്ങൾ കൂടുതൽ ശക്തിയോടെ നിർവഹിക്കുവാൻ എലീശയ്ക്ക് സാധിച്ചു. ഏലിയാവിന്മേൽ ഉണ്ടായിരുന്ന അതേ ആത്മാവാണ് എലീശയെ നയിക്കുന്നതെന്ന് മറ്റ് ശിഷ്യന്മാർ തിരിച്ചറിയുകയും തങ്ങളുടെ നേതാവായും ഗുരുവായും പ്രവാചകനുമായുമൊക്കെ അവനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ദൈവിക ദൗത്യം നിർവഹിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലാണ് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. ദൗത്യം ദൈവത്തിൻ്റെതാണ്. അത് നിർവഹിക്കുവാനായി ദൈവം വ്യക്തികളെ നിയോഗിക്കുന്നു. ദൈവാത്മാവിൻ്റെ ശക്തിക്കായി നാം പ്രാർത്ഥിക്കുകയും നിയോഗത്തിനായി കാത്തിരിക്കുകയും വേണം. രണ്ടാമതായി, പ്രതിസന്ധികളിൽ അധൈര്യപ്പെടാതെയും തളരാതെയും ക്രിസ്തീയ ദൗത്യം നിർവഹിക്കപ്പെടണം. പ്രതിസന്ധികളിൽ അധൈര്യപ്പെടാതെയും തളരാതെയും ക്രിസ്തീയ ദൗത്യം നിർവഹിക്കപ്പെടണം. അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ സ്തെഫാനോസ് എന്ന യൗവനക്കാരൻ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി രക്തസാക്ഷിത്വം വരിക്കുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. സ്തെഫാനോസ് ആദ്യത്തെ ക്രിസ്തീയ ശുശ്രൂഷയുടെ രക്തസാക്ഷിയായി മാറുന്നു. അദ്ദേഹം ഒരു ക്രിസ്തീയ ശുശ്രൂഷകനും നല്ല പ്രാസംഗികനുമായിരുന്നു. സ്തെഫാനോസ് ദൈവാത്മാവിനാൽ കൃപയും ശക്തിയും നിറഞ്ഞവനായിരുന്നു. വളരെ ശക്തിയോടുകൂടെ ദൈവവചനം അദ്ദേഹം പ്രസംഗിച്ചു. എന്നാൽ സ്തെഫാനോസിൻ്റെ വാക്കുകളോട് എതിർത്ത് നിൽക്കുവാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മേൽ ദൈവദൂഷണ കുറ്റം ആരോപിച്ച്
ആളുകളെ ഇളക്കി അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുന്നിൽ കൊണ്ടുചെല്ലുകയും അവനെതിരെ കള്ളസാക്ഷികളെ നിർത്തുകയും ചെയ്തു. സ്തേഫാനോസ് കുറ്റമില്ലാത്തവനും നിഷ്കളങ്കനുമായിരുന്നുവെന്ന് അറിയാമായിരുന്നുവെങ്കിലും സ്തേഫാനോസിനെ ഒഴിവാക്കേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു. സനദ്രീൻ സംഘത്തിന്റെ മുമ്പാകെയായിരുന്നു സ്തേഫാനോസിനെ വിസ്തരിച്ചത്. സനദ്രീൻ സംഘത്തിന് ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള വിധി പുറപ്പെടുവിക്കുന്നതായി വേദപുസ്തകം പറയുന്നില്ല. മരണശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള അധികാരം റോമൻ ഗവർണർക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ജനക്കൂട്ടത്തെ ഇളക്കി ഒരു വിധി പുറപ്പെടുവിക്കാതെ അവനെ പിടിച്ച് നഗരത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുന്നത്. ക്രിസ്തീയ ശുശ്രൂഷയിൽ രക്തസാക്ഷിത്വം വരിച്ചവർ അനേകരാണ്. ഇന്നും ദൈവിക ശുശ്രൂഷകൾക്കും എതിരായും തെറ്റായ പ്രചരണങ്ങൾ നടത്തിയും ശുശ്രൂഷകരെ അപകടപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ അനവധിയാണ്. പ്രതിസന്ധികളിൽ അധൈര്യപ്പെടാതെയും തളരാതെയും ക്രിസ്തീയ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടതാണ്. മൂന്നാമതായി, ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. മത്തയിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരെ ദൈവിക ദൗത്യ നിർവഹണത്തിനായി യേശു നിയോഗിച്ച് അയക്കുന്നു. 15 ശിഷ്യന്മാരെയാണ് സ്വർഗാരോഹണത്തിന് മുമ്പായി യേശു ഇപ്രകാരം നിയോഗിക്കുന്നത്. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. പുറപ്പെടുക എന്നതിനർത്ഥം ദൈവിക ദൗത്യത്തിലുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. സ്നാനം ദൈവരാജ്യ സമൂഹത്തിലേക്ക് വ്യക്തികളെ ചേർക്കുന്നതിൻ്റെ അടയാളമാണ്. ശിഷ്യത്വം ക്രിസ്തുവിൻ്റെ പാതകളെ പിന്തുടരുന്ന ജീവിത അനുഭവമാണ്. ഇതുകൂടാതെ ക്രമമായ ദൈവവചന കേൾവികളും ഉപദേശങ്ങളും നിലകൊടുക്കുക എന്നതും ക്രിസ്തീയ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യം. എല്ലാവരും ദൈവത്തെ അറിയുകയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഇതാണ് ദൈവരാജ്യ സ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ദൈവിക നിയോഗത്തിൽ പങ്കുചേരുവാൻ നമുക്കും കഴിയണം. കൂടാതെ ഈ ദൗത്യം നാം ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടതല്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. ആ ഉറപ്പ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യവും ശക്തിയുമുള്ളവരായി ദൈവിക ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. ഇപ്രകാരം ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിലനിന്നുകൊണ്ട് ദൈവിക ദൗത്യം നിർവഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.